ഓരോ ദിവസവും നമുക്കെല്ലാം ഒരു സെക്കൻഡ് ചാൻസ് ലഭിക്കുന്നുണ്ട്. അവ എടുക്കാൻ തയ്യാറായി മുന്നിൽ തന്നെയുണ്ട്. പക്ഷേ പലപ്പോഴും നാം അത് സ്വീകരിക്കുന്നില്ല എന്നതാണ് സത്യം. ഒരുപക്ഷെ വാതിൽക്കൽ വന്നു നിന്ന ആ രണ്ടാം അവസരം അവഗണിച്ചിരുന്നുവെങ്കിൽ ജെയിംസ് ബോവൻ എന്ന വ്യക്തി ഇന്ന് ഉണ്ടാവുമായിരുന്നില്ല. ഈ വരികളും എഴുതുകയില്ല. മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയാൻ പാടുപെടുന്ന ഈ കാലത്ത് ഒരു മനുഷ്യനും പൂച്ചയും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥ വെറും കെട്ടുകഥ ആവുകയില്ല. വിശാലമായ ലണ്ടൻ നഗരത്തിന്റെ ഒഴിഞ്ഞ മൂലയിൽ തീർത്തും ഒറ്റപ്പെട്ട് ജീവിച്ചു വരികയായിരുന്നു ജെയിംസ് ബോവൻ. ഒരു സംഗീതജ്ഞൻ കൂടിയായിരുന്നുവെങ്കിലും ബോവന്റെ ജീവിതം ദുരിതങ്ങളുടെ ആഴക്കടലായിരുന്നു. ഒറ്റയ്ക്കുള്ള ജീവിതവും ലഹരിയോടുള്ള അഡിക്ഷനും സംഗീതത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും അയാളെ പിന്നോട്ട് വലിച്ചു. മാനസിക ആരോഗ്യം തകർന്ന് മരണത്തിന്റെ വക്കിൽ എത്തി നിൽക്കുമ്പോഴാണ് അയാൾക്ക് ആ സെക്കൻഡ് ചാൻസ് ലഭിക്കുന്നത്. മനസ്സിന് മുറിവേറ്റ തന്നെ പോലെ ശരീരത്തിൽ മുറിവുകളേറ്റ ബോബ് എന്ന തെരുവ് പൂച്ചയെ ബോവൻ അവിചാരിതമായി കാണുന്നു. തുടക്കത്തിൽ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും എന്തെന്നില്ലാത്തൊരു അനുകമ്പ അയാൾക്ക് ആ പൂച്ചയോട് തോന്നുന്നു. കൃത്യമായ പരിചരണങ്ങൾ നൽകി ബോബിനെ തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. ഒറ്റപ്പെട്ടു പോയ ആ രണ്ട് ജീവിതങ്ങൾക്കിടയിൽ പതിയെ ഒരു ആത്മബന്ധം വളരുകയാണ്. ബോബിന്റെ സാന്നിധ്യം അയാൾക്കൊരു ഉന്മേഷവും ആശ്വാസവും നൽകി. പതിയെ ജെയിംസ് ബോവൻ ജീവിതത്തിലേക്കും തന്റെ പ്രിയപ്പെട്ട സംഗീതത്തിലേക്കും തിരിച്ചു വരാൻ തുടങ്ങി. ലണ്ടൻ നഗരത്തിലെ ജനങ്ങൾ പിന്നീട് കണ്ടത് തെരുവോരങ്ങളെ മനോഹരമാക്കിയ രണ്ട് സുഹൃത്തുക്കളെയാണ്. ജെയിംസ് ബോവൻ എന്ന വ്യക്തിയുടെ മനസ്സും ബോബ് എന്ന പൂച്ചയുടെ സാമർഥ്യവും സൗന്ദര്യവും എല്ലാവരുടെയും മനസ്സുകൾ കീഴടക്കി. ബോബിന്റെ സൗഹൃദം മൂലം ജീവിതം റീബിൽഡ് ചെയ്ത ജെയിംസ് ബോവന്റെ അഡിക്ഷൻ പിന്നീട് സംഗീതവും സന്തോഷവുമായി മാറി. ഒരു സമയം മരണത്തിന്റെ വക്കിൽ വരെ എത്തിനിന്ന ജെയിംസ് ബോവൻ ഇന്ന് ലോകമറിയുന്ന എഴുത്തുകാരനാണ്. തന്റെ ജീവിതം മാറ്റിമറിച്ച ഈ അനുഭവം തന്നെയാണ് അദ്ദേഹം പിന്നീട് എ സ്ട്രീറ്റ് ക്യാറ്റ് നെയ്മഡ് ബോബ് എന്ന പുസ്തകമാക്കി മാറ്റിയത്. ഒരു ജീവിതാനുഭവം എന്നതിലുപരി മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ തീവ്രതയും അത് എത്രത്തോളം ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്ന് കൂടി ലോകത്തെ വിളിച്ചറിയിക്കുന്നു ഈ പുസ്തകം. 2016 റോജർ സ്പോട്ടീസ് വുഡ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ എ സ്ട്രീറ്റ് ക്യാറ്റ് നെയ്മഡ് ബോബ് എന്ന ചിത്രവും ഇതേ സംഭവത്തെ ആസ്പദമാക്കിയുള്ളതാണ്. ലൈഫിൽ സെക്കൻഡ് ചാൻസ് എല്ലാവർക്കും ലഭിക്കണമെന്നില്ല. പക്ഷേ കിട്ടുന്ന അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുന്നവർ ജീവിതം തിരിച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. ജെയിംസ് ബോബിന്റെയും സൗഹൃദ കഥ അതിൽ ചിലത് മാത്രം.